ഈ വർഷം ഇതിന്റെ രണ്ടാമത്തെ ആറ്റുകാൽ പൊങ്കാലയാണ്. 2026 തുടങ്ങിയപ്പം എനിക്ക് റാൻഡം ആയിട്ട് മനസ്സിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് ഇത്തവണ എന്തായാലും ആറ്റുകാൽ പൊങ്കാല ഇടണം. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമുക്ക് പായസവും മണ്ടപ്പുറ്റും തെരളിയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇത്തവണയും പായസം തന്നെയാണ് ഉണ്ടാക്കിയത്, ശർക്കര പായസം. ഓൾമോസ്റ്റ് 20 ലക്ഷം സ്ത്രീകളാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കായിട്ട് എല്ലാ വർഷവും ട്രിവാൻഡ്രത്ത് വരുന്നത്. ദ ഫാക്ട് ദാറ്റ് ദീസ് മെനി വുമൻ കം ടുഗെദർ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ് ഓർ ക്രീഡ് ഓർ വാട്ട് എവർ, അതെന്തൊരു ഫാസിനേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്നും ആറ്റുകാൽ പൊങ്കാലയെ വിശേഷിപ്പിക്കാറുണ്ട്. നല്ല വെയിലും പുകയും കുറച്ച് കഷ്ടപ്പാടൊക്കെ സഹിക്കേണ്ടി വന്നാൽ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അതൊരു പ്രത്യേകതരം ഇമോഷനാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടാൻ ചിലർ ആറ്റുകാൽ പൊങ്കാല ഇടാറുണ്ട്. അതുപോലെ എന്തെങ്കിലും ആഗ്രഹം നേർന്നിട്ടിട്ട് അത് നടന്നിട്ടുണ്ടെങ്കിൽ ഇടാറുണ്ട്. ഒരുപാട് സ്ത്രീകളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവരുടെ കുറേ നാളായിട്ട് നടക്കാണ്ട് പോയ ആഗ്രഹങ്ങളൊക്കെ ആറ്റുകാൽ പൊങ്കാല ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ നേർന്നതിന് ശേഷം നടന്നതായിട്ടൊക്കെ. വ്രതമെടുത്ത് രാവിലെ കുളിച്ച് തൊഴുത് 9:45 ആറ്റുകാൽ ക്ഷേത്രത്തിലെ പണ്ടാരം അടുപ്പിൽ തീ കൊളുത്തിയ ശേഷം പകർന്നു കിട്ടി പൊങ്കാല പായസം ഉണ്ടാക്കിയതിനു ശേഷം ഏകദേശം 2:30 തിരുമേനി വന്ന് തളിച്ചു പോവായിരുന്നു. ഇങ്ങനെ തളിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ടേസ്റ്റ് പോലും ചെയ്ത് നോക്കാൻ പാടുള്ളൂ. ദേവിക്ക് വേണ്ടി നമ്മൾ നേദിക്കുക എന്നുള്ളതാണ്. ഇമാജിൻ എ ഹോൾ സിറ്റി ടേൺ ഇൻടു എ മാസീവ് ജയന്റ് കിച്ചൺ വേർ ഓൺലി വുമൻ ആർ കുക്കിംഗ്, നോട്ട് ഫോർ ദ ഫാമിലി ബട്ട് ഫോർ ദ ഗോഡസ്. നിങ്ങൾ ഇതുവരെ ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത വർഷം ഇടാനായിട്ട് ശ്രമിക്കുക. ഇറ്റ്സ് പ്യോർ ബ്ലിസ്.